കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് പരമാവധി സമ്പർക്കം മൂലമുള്ള രോഗവ്യാപനം തടയണമെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് കൂത്തുപറമ്പിലെ ഒരു വ്യാപാരി. കൂത്തുപറമ്പ് ഗോകുൽ സ്ട്രീറ്റിൽ ലോട്ടറി സ്റ്റാൾ നടത്തുന്ന ടി അനിൽകുമാറാണ് കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന് വേറിട്ട വഴി സ്വീകരിച്ചത്. ഇതിനു പുറമെ കോവിഡ് നിർദ്ദേശങ്ങൾ പാലിച്ച് കടയിലെത്തുന്നവർക്ക് അനിൽകുമാർ സമ്മാനവും നൽകുന്നുണ്ട്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നവർക്ക് മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ, അല്ലാത്തവർക്ക് പോകാം. 1.5 മീറ്റർ അകലം പാലിക്കുക, N95 അല്ലെങ്കിൽ ഡബിൾ മാസ്കോ ധരിക്കുക. ഇതൊക്കെയാണ് കൂത്തുപറമ്പ് ഗോകുൽ സ്ട്രീറ്റിൽ ലോട്ടറി സ്റ്റാൾ നടത്തുന്ന പാട്യം മുതിയങ്ങ സ്വദേശി ടി അനിൽകുമാറിന്റെ കടയ്ക്ക് മുന്നിൽ എഴുതി വച്ചിട്ടുള്ളത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന് വേറിട്ട വഴിയിലൂടെ സഞ്ചരിക്കുകയാണ് ഈ വ്യാപാരി. മറ്റൊരു പ്രത്യേകത, ലോട്ടറി അനൗൺസ്മെന്റിന് പകരം ഈ കടയിലെത്തുന്നവർ ഉയർന്നു കേൾക്കുക കോവിഡ് ബോധവൽക്കരണ സന്ദേശമാണ്. N95 മാസ്കോ ഡബിൾ മാസ്കോ ധരിച്ച് മാത്രമേ പുറത്തിറങ്ങാവൂ. പ്രായമായ കുട്ടികൾ ഒരു കാരണവശാലും പുറത്തിറങ്ങരുത്. കച്ചവട സ്ഥാപനങ്ങളിൽ കയറുമ്പോൾ മാസ്ക് താഴ്ത്തിവെക്കുന്ന പ്രവണത ഒഴിവാക്കുക. ഏത് സമയത്തും മൂക്കും വായുമായി മൂടുന്ന തരത്തിൽ മാസ്ക് ധരിക്കുക. ഏകദേശം 2 മീറ്ററെങ്കിലും അകലം പാലിച്ച് മാത്രം നിൽക്കുക. വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം ടൗണിൽ വരിക. ലോട്ടറിക്ക് പുറമെ കോവിഡ് പ്രതിരോധ സാമഗ്രികളും ഓഫീസ്, സ്കൂൾ സ്റ്റേഷനറികളും ഇവിടെയുണ്ട്. കോവിഡ് പ്രതിരോധ സാമഗ്രികളായ മാസ്കിനും സാനിറ്റൈസറിനും മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് ഇവിടെ വിൽക്കുന്നത്. ഒരു 3ാം തരംഗം ഒഴിവാക്കുന്നതിനും ഇടയ്ക്കിടയ്ക്കുള്ള അടച്ചിടലും ഒഴിവാക്കാനാണ് ഇത്തരത്തിൽ കർശന നിലപാട് സ്വീകരിച്ചതെന്ന് അനിൽകുമാർ പറഞ്ഞു. ഇത് ഞാനിങ്ങനെ ബോർഡും കാര്യങ്ങളും പിന്നെ കർശനമായിട്ടുള്ള നിലപാട് ഈ കോവിഡ് മാനദണ്ഡം പാലിച്ച് ഇവിടെ വരാൻ പറ്റുമെന്നുള്ള നിലപാട് എടുക്കുന്നത് കൊണ്ട് എനിക്ക് കുറച്ച് കച്ചവടമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാ വ്യാപാരികളും ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ രോഗവ്യാപനം കുറയ്ക്കാനാകുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. കോവിഡ് മാനദണ്ഡം പാലിച്ചേ കടയിൽ പ്രവേശിക്കാനാവൂ എന്ന നിയന്ത്രണം തുടരുന്നതിനാൽ കുറച്ച് കച്ചവടം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും ജനങ്ങൾക്ക് വേണ്ടിയുള്ള തീരുമാനമായതിനാൽ അതൊക്കെ തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. എനിക്കത് തിരിച്ചു പിടിക്കാൻ പറ്റും. കാരണം മറ്റുള്ള കടക്കാരും ഇതേപോലത്തെ മാനദണ്ഡങ്ങൾ പാലിക്കാൻ തയ്യാറാണെങ്കിൽ എൻ്റെ കച്ചവടം നഷ്ടപ്പെട്ടു പോകില്ല. പോയ കച്ചവടം തിരിച്ചു വരുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. പിന്നെ കച്ചവടം മാത്രമല്ല എൻ്റെ ലക്ഷ്യം എന്നതോടുകൂടി ജനങ്ങൾക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ, എൻ്റെ ഭാഗത്ത് ചെയ്തു കൊടുക്കാൻ പറ്റുമോ അത് ഞാൻ ചെയ്തു കൊടുക്കുന്നു. കോവിഡ് മാനദണ്ഡം പാലിച്ച് കടയിലെത്തുന്നവർക്ക് സമ്മാനം നൽകാനും ഇദ്ദേഹം മറക്കാറില്ല. മാത്രമല്ല, നിർദ്ദേശങ്ങൾ പാലിക്കാത്തവർക്ക് ഇവിടെ പ്രവേശനവുമില്ല. ഭാര്യ ശ്രീജിഷയും മക്കളായ അമരേന്ദ് അനിൽ, ഗോപിക അനിൽ എന്നിവരും അനിൽകുമാറിന്റെ ഈ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട്. എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിലും ജനങ്ങൾക്ക് കോവിഡ് ബോധവൽക്കരണ സന്ദേശം നൽകി മുന്നോട്ടു പോകാൻ തന്നെയാണ് അനിൽകുമാറിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൂത്തുപറമ്പ്.